നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ഈ അമ്മ ആകെ വിഷമിച്ചിരിക്കുന്നത്? എന്തോ തക്കതായ കാര്യമുണ്ടല്ലോ. അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്തുണ്ടെങ്കിലും എന്നോടും കൂടി പറയമ്മേ, എന്നോടും കൂടി പറയമ്മേ. പരസ്പരം ഷെയർ ചെയ്യുമ്പോഴല്ലേ എല്ലാത്തിനും ഒരു പരിഹാരമാവും. മകനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണോ? നാളെ അവൻ മരിച്ച ദിവസമാ മോളെ. എന്നിൽ നിന്ന് അവൻ യാത്ര പറഞ്ഞു പോയിട്ട് നാളേക്ക് 3 വർഷം. നാളെ അവന് വേണ്ടി ബലികർമ്മം ചെയ്യണം. മോൾ കൂടി എന്നോടൊപ്പം വരുമോ? അതെന്ത് ചോദ്യം അമ്മ? ഞാൻ എന്റെ അമ്മ വിളിച്ച അമ്മയോടൊപ്പം എവിടെയും വരില്ലേ? അതെനിക്കറിയാം. എന്റെ മോൾ എത്ര നല്ലവളാ. നിന്റെ മുഖത്തോട് നോക്കിയാൽ അറിയാം നീ ഏതോ തറവാട്ടിൽ പിറന്ന കുട്ടിയാണെന്ന്. നിന്നെപ്പോലെ സൽസ്വഭാവമുള്ളൊരു പെൺകുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. അത്ര നല്ല കൊച്ചാ നീ. എന്റെ മോൾ നിന്നെപ്പോലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്നവൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. മാത്രമല്ല, അവൻ നല്ല സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കുമായിരുന്നു. അത്രയ്ക്ക് വിശ്വസ്തയായ ഒരു കുട്ടിയാ നീ. വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത് പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും മാത്രം നിൽക്കുന്നതാ. ഭർത്താവിനെ വഞ്ചിക്കരുത്. അവൻ കഴുത്തിൽ അണിഞ്ഞ ആ താലിമാല ദൈവം സാക്ഷിയായി നിന്ന് കഴുത്തിലേക്കിട്ട ഒരു വലിയ ഉടമ്പടിയാണ്. ഭർത്താവിനെ വഞ്ചിക്കുന്ന സ്ത്രീ ദൈവത്തോട് നീതികേട് കാണിക്കുന്നവളാ. മോളെ, എന്താ മോളെ ഇത്? എന്തിനാ നീ കരയുന്നേ? അമ്മ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചിലതൊക്കെ അമ്മയോട്. എന്താ മോളെ, മോക്ക് എന്തൊക്കെ എന്നോട് പറയണമെന്നുണ്ടല്ലോ. അത് ഞാൻ അമ്മയോട് പറയാം. പറഞ്ഞോ മോളെ. എന്താണ് അമ്മയും മോളും കൂടി? അമ്മയ്ക്ക് സങ്കടം മകനെ ഓർത്ത്. മരിച്ചുപോയവരെ പറ്റി ഓർത്തുകൊണ്ടിരുന്ന നമുക്ക് കരയാനേ സമയം കാണും. അമ്മ അതൊക്കെ മറക്കാൻ ശ്രമിക്കണം. മറക്കാൻ ശ്രമിക്കുന്നുണ്ട് മോനെ, പക്ഷെ അതിന് കഴിഞ്ഞിട്ട് വേണ്ടേ? ശരിയാണ്, പക്ഷേ മനസ്സിനെ കൺട്രോൾ ചെയ്തല്ലേ പറ്റൂ. ഏതായാലും അമ്മയ്ക്കിപ്പോ ഞങ്ങളൊക്കെ ഇല്ലേ? മീനാക്ഷി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് സത്യസന്ധമായ മറുപടി എനിക്ക് കിട്ടണം. ചോദിക്കാലോ. ഞാൻ കള്ളങ്ങളൊന്നും പറഞ്ഞ് ശീലിച്ചിട്ടില്ല.
അതുകൊണ്ട് സത്യം മാത്രമേ പറയൂ. നീ കള്ളങ്ങളൊന്നും പറയാത്തത് കൊണ്ടും എന്നോട് വിശ്വസ്തയോടുകൂടി പെരുമാറിയതും കൊണ്ടാണല്ലോ എനിക്ക് ഈ ഗതിയൊക്കെ വന്നത്. ദേ ACP, ഞാൻ 1000 വട്ടം തുറന്ന് പറഞ്ഞ കാര്യങ്ങള് വീണ്ടും ആവർത്തിക്കാനാണ് ഭാവമെങ്കിൽ എന്നെ വെറുതെ വിടണം. എനിക്കിനി അതൊന്നും പറയാൻ താല്പര്യമില്ല. നിന്നെ കൊണ്ട് എല്ലാം പറയിപ്പിക്കാൻ എനിക്കറിയാം. അവിടെ എന്താ നടക്കുന്നേന്ന് ഒളിച്ചിരുന്ന് കേൾക്കാം. മീനാക്ഷിയുടെ കർണത്തിട്ട് കിട്ടുന്ന ഓരോ അടിയും എന്റെ മനസ്സിന് തണുപ്പേകുന്ന മഞ്ഞുതുള്ളിയ. എന്താ പോലീസ് മുറിയാണോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ക്ഷമയ്ക്കും സഹനശക്തിക്കും ഒക്കെ ഒരു പരിധിയുണ്ട്. മൈഥിലി എവിടെ ഉണ്ടെന്നുള്ള സത്യം നിനക്കറിയാം. നിനക്ക് മാത്രം. നീ അത് നിന്റെ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുകയല്ലേ? സത്യം പറയാ, അവൾ എവിടെയാ? ഇപ്പൊ ഞാൻ ഇത് ഇങ്ങേരോട് പറഞ്ഞ ഇങ്ങേര് ഭ്രാന്തളകി എല്ലാം കോളമാക്കും. എന്റെ നിരപരാധിത്വം തെളിയിക്കാനും പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം അതൊന്നും പറയണ്ട. എന്താ നീ ആലോചിക്കുന്നത്? ACPക്ക് അവളെ ഇപ്പോഴും ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തു പോയതാ. ഞാൻ അവളെ വിടാതെ പിന്തുടരുന്നത് അവളെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവന്ന് വീണ്ടും എന്റെ ഭാര്യയാക്കാനൊന്നും അല്ല, അവളോട് എന്റെ പ്രതികാരം തീർക്കാനാ. നിങ്ങളിങ്ങനെ കടുംവെട്ടുകാരനായതുകൊണ്ടാവാം അവള് നിങ്ങളോട് പ്രതികാരം ചെയ്ത് ആസ്വദിക്കുക. വേഗം ചെല്ല. അവിടെ അടിപൊളി ഒരു റൗണ്ട് കഴിഞ്ഞു കാണും. അതുകൊണ്ട് നീ സത്യം പറഞ്ഞു, അവൾ എവിടെയാ? അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാനും അവളെ തിരക്കുന്നുണ്ട്, പിടിച്ചോണ്ട് വന്ന് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ, ഈ അടിമവേല അവസാനിപ്പിക്കാൻ. നിനക്കറിയാം അവൾ എവിടെ ഉണ്ടെന്ന്. പറ, അവൾ എവിടെയാ? അവളെ രക്ഷിക്കാനേ അവൾ എന്റെ അച്ഛന്റെ മകളൊന്നും അല്ല. എനിക്കിട്ട് പണി തന്ന് മുങ്ങിയവളാ. കിട്ടിയാൽ ഉറപ്പായിട്ടും ആദ്യം അവളുടെ കരണത്തടിക്കുന്നത് ഞാനായിരിക്കും. നീ ഒരു കള്ളിയാ. അവളെ കുറിച്ചുള്ള മുഴുവൻ വിവരവും നിനക്കറിയാം. നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, വലിയ കുറ്റാന്വേഷണ വിദഗ്ധൻ. ചൂണയുണ്ടെങ്കിൽ പോയി പണി തന്ന ആ ഭാര്യയെ കണ്ടുപിടിക്കാൻ നോക്ക്. വെറുതെ എന്നെ വരട്ടാൻ നോക്കാതെ. എന്തു പറഞ്ഞടി? അയ്യേ, അച്ചിക്കൊന്തൻ മണുകുളാഞ്ചൻ ആണക്കേട്. ഇവരെന്റെ മുമ്പിൽ തട്ടുപൊളിപ്പൻ നാടകം കളിക്കുക. ഇവനെ വളച്ച് ഇവൾക്കിട്ട് എത്രയും പെട്ടെന്നൊരു പേര് വെക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.